ഹേ ഗൈസ്, കുറേ ദിവസമായാലൊരു മിനി വ്ളോഗ് അടിച്ചിട്ട് ഞാൻ നേരെ പോകുന്നത് വേറെ ഒട്ടുമല്ല, മോനെ വിളിക്കാൻ വേണ്ടിയിട്ടാണ്. മോനെ വിളിച്ചിട്ട് നമുക്ക് കാണാം. ഇവിടെ നിന്ന് ഒരു 10-15 മിനിറ്റ് നടക്കാനുള്ള ദൂരമൊക്കെ ഉണ്ട് കേട്ടോ. നടന്ന് പോകുമ്പോഴത്തേക്ക് ഓരോ വണ്ടി വരുമ്പോഴത്തേക്ക് ഞാൻ വീഡിയോ ഓഫ് ചെയ്തിട്ടാണ് ബാക്കി സംസാരിക്കുന്നത് കേട്ടോ. എനിക്ക് എന്തോ ഇപ്പോഴും ഭയങ്കര ശൈയാണ് ഇങ്ങനെ എല്ലാവരുടെ മുമ്പിൽ വെച്ച് വീഡിയോസൊക്കെ എടുക്കാനായിട്ട്. എന്തായാലും നമുക്ക് മോനെ പോയി വിളിച്ചിട്ട് വരാം. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി ഇതാണ് എൻ്റെ പേഴ്സ് കേട്ടോ. അങ്ങനെ നമ്മൾ സംസാരിച്ച് ഇവിടെ റോഡ് വരെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നേരെ പോയി മോനെ മദ്രസയിൽ നിന്ന് വിളിച്ചിട്ട് വന്നിട്ട് ഞങ്ങൾ നേരെ മാർജിൻ ഫ്രീയിലോട്ട് പോയിട്ട് അവിടെ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. പിന്നെ മാർജിൻ ഫ്രീയിൽ കയറുമ്പോൾ എന്താണെന്ന് അറിഞ്ഞൂടെ, എൻ്റെ കുരുട്ടിന് ഭയങ്കര വെപ്രാളമാണ്, ഇതെടുക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നേരെ വീട്ടിലോട്ട് വന്നു കേട്ടോ. ഞാൻ പറഞ്ഞു ഒരു ബാസ്ക്കറ്റ് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞപ്പോഴത്തേക്ക് അവനെ കൊണ്ട് എടുക്കാൻ പൊങ്ങാത്ത സാധനം എടുത്തുകൊണ്ട് വന്നു. എന്തായാലും അതൊരു ഉപകാരമായി, കാരണം അത് ഉരുട്ടിക്കൊണ്ട് പോകുന്നൊരു ബാസ്ക്കറ്റ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നേരെ വീട്ടിലോട്ട് വന്നു. വീട്ടിൽ വന്നിട്ട് പിന്നെ ഇതിനൊക്കെ എടുത്ത് വെക്കുക എന്നൊരു പരിപാടി ഉണ്ടല്ലോ, എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു പരിപാടിയാണ്. വന്നിട്ട് ഇതൊക്കെ ഇങ്ങനെ അടുക്കി പറക്കി വെക്കുന്നത്. പക്ഷേ അടുക്കി പറക്കി വെച്ചില്ലെങ്കിൽ എനിക്ക് മനസ്സമാധാനം ഉണ്ടാവില്ല. പിന്നെ അപ്പം തന്നെ എല്ലാം റെഡിയാക്കി വെച്ചു. ഒരു മുട്ട അതിനിടയ്ക്ക് പൊട്ടിപ്പോവുകയും ചെയ്തേട്ടാ. അങ്ങനെ പിന്നെ വരുന്ന വഴിക്ക് തന്നെ ഞാൻ മീനും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഈ മീനിൻ്റെ പേര് ഇപ്പം പെട്ടെന്ന് എൻ്റെ വായിൽ വരുന്നില്ല. അങ്ങനെ മീനും വാങ്ങിച്ചുകൊണ്ട് വന്ന് ഞാൻ നേരെ അതൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചേട്ടാ. ചിലവർ മീനൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ട് അപ്പം തന്നെ ക്ലീൻ ചെയ്ത് വെക്കുക. എനിക്ക് എന്തായാലും ആ സ്വഭാവമില്ല. ഞാൻ കറിയൊക്കെ ഉണ്ടാക്കുന്ന നേരത്തെ അത് ക്ലീൻ ചെയ്തെടുക്കുന്നതാണ് പതിവ് കേട്ടോ. എന്തായാലും ഞാനെല്ലാം ഒതുക്കി പറക്കി വെച്ചതിന് ശേഷം എൻ്റെ ലൂമിക്കുട്ടനെ ഞാൻ പോയി ഒന്ന് നോക്കി. എന്നെ കാണുമ്പോഴത്തേക്ക് ഭയങ്കര വിളിയാണ് തുറന്നു കൊടുക്കാനായിട്ട്. അപ്പോൾ എൻ്റെ പൂച്ചക്കുട്ടനും ഫുഡ് കൊടുത്തു, എൻ്റെ മോനും ഫുഡ് കൊടുത്തതിന് ശേഷം പിന്നെ എനിക്ക് കുറച്ച് പരിപാടികളുണ്ടായിരുന്നു. വീഡിയോ എടുക്കുക, വീഡിയോ എഡിറ്റ് ചെയ്യുക, അങ്ങനത്തെ കുറച്ച് പരിപാടികൾ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ.